നമ്മളിതുണ്ടാക്കുന്നത് മാങ്ങയുടെ അച്ചാറാണ്. നല്ല നാടൻ മാങ്ങയാണ്. അത് ഞാൻ എടുത്ത 1 കിലോ മാങ്ങയുണ്ട്. ഇത് നല്ലതായിട്ട് കഴുകി നല്ല തുണി കൊണ്ട് തുടച്ച് വെള്ളമൊന്നും ഇല്ലാതെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ഇനിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാങ്ങയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ നമുക്ക് 3 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നത് നമുക്ക് പുളിയുടെ അനുസരിച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. മാങ്ങയുടെ എങ്ങനെ പുളി എന്ന് വെച്ചാൽ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക, കുറവുണ്ടെങ്കിൽ കുറവ് ചേർക്കാം. ഇതിലൊക്കെ നമുക്ക് ഒരു 3 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിച്ച് ചേർക്കാം. ഇത് നമുക്ക് ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കാം. നമ്മുടെ മാങ്ങയ്ക്കകത്ത് നമ്മൾ ഉപ്പിട്ടിളക്കി വെച്ചിട്ടിപ്പോൾ 1 മണിക്കൂറായി. ഇതിൻ്റെ അടുപ്പൊന്ന് മാറ്റി നോക്കാം. ഇവിടെ ഉപ്പൊക്കെ നല്ലതായിട്ട് പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിലൊക്കെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 4 സ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. 1 സ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെല്ലാം കൂടെ നമുക്ക് സ്പൂൺ കൊണ്ട് നല്ലതായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ മുളക് പൊടി എല്ലാം ചേർത്ത് നല്ലതായിട്ട് ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനും കടുക് വറുത്തിടാം. ഇവിടെ ഒരു പാന ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ ഇവിടെ നല്ലതായിട്ട് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് കറിവേപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ കടുക് വറുത്ത് നമുക്ക് മാങ്ങയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സദ്യക്കൊക്കെ ഇതേ രീതിയിലാണ് എളുപ്പത്തിൽ കടുമാങ്ങ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇത് നല്ല കുപ്പിക്കകത്ത് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഒരു 6 മാസം വരെ നല്ലതായിട്ട് ഇരുന്നോളും. കേടൊന്നും വരത്തില്ല. വെള്ളമില്ലാതെ വേണം എടുക്കാനായിട്ട്. മാങ്ങ അതിനു വേണ്ടി നല്ലതായിട്ട് തുണി കൊണ്ട് തുടച്ച് വെള്ളമെല്ലാം മാറ്റിയിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ മാങ്ങ പൂക്കാതെ ഇരുന്നോളും. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ബോട്ടിലേക്കാണ്. അപ്പോൾ ഇതേപോലെ ബോട്ടിലാക്കി ഇത് നല്ലതായിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.